ഈ അമ്മമാരുടെ കയ്യിൽ ചില വിദ്യയുണ്ട്. അവർ കുട്ടികളൊക്കെ വല്ലാണ്ട് കരഞ്ഞിടങ്ങിയാൽ അവർ ചില കടുക മുളകൊക്കെ എടുത്തിട്ട് ഒരു പ്രയോഗമുണ്ട്. അതൊരു വല്ലാത്ത പ്രയോഗമാണ്. ആ പ്രയോഗം ഇങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഈ കരയണ കുട്ടികളുടെ കരച്ചിലൊക്കെയാണ് നിൽക്കുക. ഇതുപോലെ വൃന്ദാവനവാസികളായ ഈ ഗോകുലത്തിലെ സ്ത്രീകളുടെ കയ്യിലും ചില പ്രയോഗമുണ്ട്. നമുക്കുള്ള പ്രയോഗമൊക്കെ എവിടെയാ? നമുക്കുള്ള പ്രയോഗമൊക്കെ അടുക്കളയിലാണ്. കാരണം നമുക്കതാണല്ലോ പ്രധാനം. ഓരോരുത്തർക്കും ഓരോ സ്ഥലമാണ് പ്രധാനം. അപ്പോൾ ഗോപിമാർക്ക് എവിടെയാണ് പ്രധാനം? അവർക്ക് ഗോകുലത്തിലെ പശുക്കളെ കെട്ടുന്ന തൊഴുത്താണ് പ്രധാനം. അപ്പോൾ അവരെല്ലാവരും കൂടി ആ തൊഴുത്തിൽ പോയി അവിടുന്ന് കുറച്ച് ചാണകവും അതുപോലെ ആ പശുവിൻ്റെ കുളമ്പിൻ്റെ അടിയിൽ നിന്ന് കിട്ടണ കുറച്ച് ചളിയും ചാണകവും ഒക്കെ കൂടി ഉരുട്ടിയിട്ട് അത് കയ്യിൽ പിടിച്ചു. ആ കുഞ്ഞിനെ കൊണ്ടുവന്നു. ആദ്യം തന്നെ പയ്യൻ്റെ വാല് പിടിച്ച് മടക്കി പയ്യൻ്റെ മുതുകത്തേക്കാട് വെച്ചു. പയ്യേ ലേശാവാ. പയ്യ വിചാരിച്ചു എന്തായാലും കൃഷ്ണൻ്റെ കാര്യത്തിനല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സേവയെ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഉള്ളത് നമ്മൾ കൊടുക്കുക, ഇതിനിപ്പോൾ ചിലവൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ധാരാളം ഇപ്പം ചിലവ് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ ഭഗവാന് കൊടുത്തു വെച്ചുകൊണ്ട് ഭഗവാന് സന്തോഷമാവുമൊന്നുമില്ല. കൊടുക്കണത് നല്ല മനസ്സോട് കൂടിയിട്ട് കൊടുക്കണം, ധാരാളം ആയിക്കോട്ടെ എന്ന് കണക്കാക്കി ഈ പയ്യ എന്ത് ചെയ്തു? ചെറോന്നങ്ങോട്ട് വീത്തി. എന്നാ ഗോപിമാർക്ക് വല്ല തിരക്കണമുണ്ടോ? അവർ അതിൻ്റെ ചോട്ടിൽ അങ്ങനെ ഈ ഷവറിൻ്റെ ചോട്ടിലൊക്കെ നിർത്തണ പോലെയാ ഇതിനെ അങ്ങോട്ട് കാണിച്ചു. ഈ കുഞ്ഞേ ഉണ്ണിയേ അതിൻ്റെ മേലെ കൂടെ ഈ ഗോമൂത്രം ഇങ്ങോട്ട് വന്ന് വീണതോടുകൂടി ഇതത്ര സുഖമുള്ള സാധനമൊന്നുമല്ല. നല്ല ചുടുക്കനെ അതിങ്ങനെ കണ്ണുകൂടി മൂക്കുകൂടെയൊക്കെ ഇങ്ങോട്ട് പോയതോട് കൂടിയിട്ട് കൃഷ്ണൻ എന്താ കാട്ടേണ്ടത് ശല്യാണ് എന്ന് ശബ്ദം ഉണ്ടാക്കി ഉറക്കെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ വായക്കൂടിയും പോയി. അതോടുകൂടിയിട്ട് പിന്നെ കരച്ചിലും പറ്റാണ്ടായി. ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഏതോ ഗോപി മതി മതി എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പിടിച്ചു വാങ്ങി. അപ്പം കൃഷ്ണൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. എന്ത് കഴിയണം? പിന്നെ അടുത്ത പ്രയോഗ പിന്നെ ഈ ഉരുട്ടി വെച്ച ചാണകം എടുത്തിട്ടേ അവരുടെ ഒരു സംഗീതം ആ മുഖത്തൊക്കെ അങ്ങോട്ട് തേക്കുക വേണ്ടത്. ചാണകം എടുത്തിട്ട് ഒരു ദയ ഇല്ലാണ്ട് ഒരു പിഞ്ചു പൈതലിൻ്റെ മേലെ അങ്ങോട്ട് തേക്കണം നിരീച്ചിട്ടല്ല. അപ്പം അത് അപകടമൊക്കെ പറ്റിയത് പോണിച്ചിട്ടല്ലേ. അങ്ങനെ ഭുവനമംഗള നാമഭിരേവതേ, ഭുവനമംഗളനായിരിക്കുന്ന ഭഗവാന്റെ നാമങ്ങളാൽ തന്നെ ഭഗവാൻ അവരൊരു സേവ ചെയ്തു. ഈ നാമങ്ങളെ കൊണ്ട് രക്ഷപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ? ഭഗവാന്റെ തിരുനാമം ഭഗവാന് പോലും രക്ഷയ്ക്കായിട്ട് ഉപയോഗപ്പെടുത്തപ്പെട്ട മരുന്നാണ്. ഇതിനേക്കാളും നല്ലൊരു ഔഷധം, ദിവ്യമായൊരു ഔഷധം വേറെ ഇല്ല എന്നർത്ഥം. ആ നാമമാകുന്ന ഔഷധം കൊണ്ട് ഭഗവാൻ അവർ രക്ഷ ചെയ്യേണ്ടായി. ആ രക്ഷ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് പിന്നുള്ള ആ കളിതമാശകളിൽ ഏർപ്പെട്ടിരുന്നതായ സമയത്തായിരുന്നു ഈ നന്ദഗോപരുടെയൊക്കെ പ്രത്യാഗമനം. അപ്പോഴേക്കും അവിടെ എന്താ രസം, ഇതൊക്കെ അവർ മറന്നു. അപ്പോഴേക്കും ആ പൂതനയുടെ ശരീരം അവിടെ കടക്കണുണ്ടാകും തന്നെ അവർ മറന്നു. ഈ ഉണ്ണിയെ കയ്യിലെടുത്ത് ആസ്വദിക്കുന്ന ആനന്ദത്തിൻ്റെ രസത്തിൽ അവരെല്ലാം മറന്നിരുന്നു. അഹോ കുമാരോ മയിദത്ത ദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സകേന. അയ്യോ നോക്ക ഗോപി, അതെന്നെ നോക്കിട്ടോ. എന്താ? ആ ഉണ്ണി എന്നെ നോക്കി. ആ ഉണ്ണി തന്നെ നോക്കുക. അതിന് നോക്കാറൊന്നും ആയിട്ടില്ല. അതിപ്പോൾ കണ്ണിങ്ങനെ മിഴിക്കണമെന്ന് ആലോചിക്കണേ ഉള്ളൂ. കണ്ണ് മിഴിക്കണമെന്നൊന്നും ആലോചിച്ചിട്ടൊന്നും അല്ല ഉള്ളൂ. അത് എന്നെ നോക്കുന്നുണ്ട് എന്നാണ് അവൾ പറയണത്. അപ്പം അടുത്ത ഗോപി പറയാ, നന്നെ നോക്കിയതല്ലേ ഉള്ളൂ, ഞാൻ എന്നോട് ചിരിച്ചു. ഇനി എന്താണാവോ ഉള്ളത്? ഒരാൾ നോക്കി, വേറൊരാൾ ചിരിച്ചു. നന്നോട് വർത്തമാനം പറയണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഗോപി എന്ന് ചോദിച്ചു. ഇത് കേട്ട് നിൽക്കണം വേറൊരു ഗോപി. അപ്പം അവൾ പറയാ, പിന്നെന്താ വർത്തമാനം പറയാതെ? ഏഹിമാവിത്യുപസാരിയ പാണി. അതാ പറയണു, ഏഹി എന്നെ എടുക്ക എന്ന് പറയണ്ടെന്ന് പറഞ്ഞ് ഇവളോടി ഇവിടെ ചെന്ന് ആ ഗോപിയുടെ കയ്യിൽ നിന്ന് കൃഷ്ണൻ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങല് കഴിഞ്ഞു എന്നർത്ഥം. ഇങ്ങനെ
കിം കിം മകൃതം വധൂഭി, വധുക്കളാൽ ആ ഗോപനാരിമാരാൽ എന്തെന്ത് കാട്ടിയില്ല എന്നാണ്. കളേവരം പരശുഭിശ്ചിത്വാ തത്തേ വ്രജൗകസ. അവര് പിന്നെ മഴും വെട്ടുകത്തിയും ഒക്കെ എടുത്തു പോയി ആ പൂതലയുടെ ശരീരം ഗോപന്മാരൊക്കെ കൂടി വെട്ടി മുറിച്ച് കഷ്ണാക്കാൻ തുടങ്ങി. ഇത് കത്തിച്ച് കളയണ്ടേ, ഇവിടെ ഇങ്ങനെ ഇട്ടാൻ പറ്റുമോ? മാറിയിട്ടിരിക്കില്ല. അതും നല്ല വല്ല സാധനങ്ങൾ വെച്ചാൽ പോട്ടെ, ഈ ചണ്ടി ഇവിടെ കത്തിച്ചാൽ തന്നെ മാറും. അതുകൊണ്ട് ഇത്തിരി ദൂരത്ത് പോയിട്ട് മതി എന്ന് കണക്കാക്കി അവർ ദൂരെ ക്ഷിപ്തുവാ അവയവശ ഓരോരോ അവയവങ്ങളായിട്ട് അവർ മുറിച്ചെടുക്കാൻ തുടങ്ങി. ആദ്യം പെരുവരല്, പിന്നെ കുഞ്ഞേ വരൽ, ഇതൊക്കെ ഓരോ വണ്ടിയിലേക്കുള്ളതുണ്ടേ. ഇതെല്ലാ വരലും കൂടിയിട്ട് ഒന്നിച്ച് മുറിച്ച് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അത്ര പടു കൂച്ചത്തിയാ. ഓരോരോ വരല് ഒക്കെ കഷ്ണിച്ച് 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 ആ പെരുവരലൊക്കെ രണ്ടാക്കിണു. എന്നിട്ടാണ് വണ്ടിയിൽ കൊണ്ടുപോയത് എന്നർത്ഥം. അങ്ങനെ ന്യദഹൻ കാഷ്ഠധിഷ്ഠിതം, ഗോപന്മാർക്ക് ഒരു കൊല്ലം കത്തിക്കാനുള്ള വിറക് ഒറ്റ ഒരുത്തിയെ കത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കേണ്ടി വന്നു എന്നർത്ഥം. എന്താ ഓരോരോ കണക്കല്ലാത്ത ഓരോ ചിലവ് അപകടമായിട്ട് വന്നു ചേരണതേ. ഈ ചണ്ടിയെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്ര വിറക് ചിലവാക്കേണ്ടി വന്നുല്ലോ. അങ്ങനെ പിന്നെ അതങ്ങനെ കത്തിച്ച് തുടങ്ങിയപ്പോഴാണ് ഇത് എവിടുന്നാ അതൊരു സുഗന്ധം വരണത്, ഇത്ര സുഗന്ധം എവിടുന്നാ വരണത്? അവരെല്ലാവരും ആ സുഗന്ധം അങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങിയെന്നർത്ഥം. ഇവളുടെ ശരീരം കത്തിച്ച് തുടങ്ങിയപ്പോഴാ അവിടെ തന്നെ ഇട്ട് കത്തിച്ചാൽ മതിയായിരുന്നു കേട്ടോ. എന്തിനാ എവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നല്ല സുഗന്ധം. അങ്ങനെ ഇവരെല്ലാവരും സ്വനാസികാദത്തകരാ. സാധാരണയായിട്ട് ഇങ്ങനെ വല്ലതൊക്കെ കത്തിക്കണ സമയത്ത് നാറ്റം വന്ന് മൂക്ക് പൊത്തുക പതിവ്. അതിപ്പോൾ അങ്ങനെയല്ല. എന്നാൽ അവർക്ക് രസമായി എന്നർത്ഥം. എന്തിനേ ഭഗവാൻ ഇങ്ങനൊരു വാസന അവളുടെ ശരീരത്തിലുണ്ടാക്കിയത്? മദംഗസംഗസ്യ ഫലം മധൂരെ, എന്നെ തൊട്ടാൽ അതിൻ്റെ ഫലം അപ്പം തന്നെ, അത് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടൊന്നുമല്ല. സദ്യ ഹൃദ്യവരുദ്ധ്യതേ, സദ്യ അപ്പം തന്നെ, ശുശ്രൂഷിച്ചാൽ അപ്പം കിട്ടും. അങ്ങനെയാണ്. പിന്നേക്ക് വെക്കൊന്നുമില്ല, അപ്പളക്കപ്പളേ. ഇപ്പൊക്കെ അങ്ങനെയാണല്ലോ. ഈ എന്താ അതിന് പറയുക, ഫാസ്റ്റ് ഫുഡ് എന്നാണ് പറയുക. അപ്പളക്കപ്പളയാ, ചെന്നങ്ങോട്ട് ചോദിച്ചാൽ അപ്പം കിട്ടും. അതേപോലെ ഭഗവാനെ തൊട്ടാൽ അപ്പം തരികയായി അതിൻ്റെ അനുഗ്രഹം. പക്ഷേ ഇതിപ്പോൾ ദേവന്മാരെയും കൂടിയും ബോധിപ്പിക്കണം.